തന്നെ ഞാനൊരു പോസ്റ്റ് വായിക്കാം. ഉദ്ദേശം 8 മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയ അഭ്യസ്തവിദ്യരും ഉന്നത നിലയിൽ ജീവിക്കുന്നവരുമായ യുവദമ്പതികൾ തിരിച്ചെത്തി പിതാവിന് കാശ്മീരിൽ നിന്നുള്ള സമ്മാനങ്ങൾ നൽകി. കാശ്മീർ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായി പറഞ്ഞ കാര്യം അദ്ദേഹം എന്നോട് ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. ചെന്ന് കയറുന്ന ഓരോ കടകളിൽ നിന്നും ഓരോരുത്തരുടെയും മതം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മതം ഏതാണ്? ഇന്ന മതത്തിൽപ്പെട്ടവരാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് വരുന്നവരോട് ഇങ്ങനെ ചോദിക്കുന്നത്? പ്രത്യേകം ഇന്ന മതത്തിൽപ്പെട്ടവരാണെന്ന് എടുത്ത് ചോദിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണോ നൽകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലും കണക്കെടുപ്പ് നടക്കുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും വേണ്ടി ശേഖരിക്കുന്ന വിവരങ്ങളാണോ? ഇന്നലത്തെ സംഭവങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രമണമെന്നാണ്. ഏതായാലും തദ്ദേശവാസികൾക്ക് ഇവിടെ പ്രത്യേകിച്ച് കടകൾ, സ്ഥാപനങ്ങൾ, സേവന സംരംഭങ്ങൾ ഇവയൊക്കെ നടത്തിപ്പോന്നിരിക്കുന്നവർക്ക് പങ്കാളിത്തം സംശയിക്കാവുന്ന ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ബ്രഹ്മചാരി ഡോക്ടർ ഭാർഗവറാമിൻ്റെ പോസ്റ്റാണത്. ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കുറച്ച് ഇപ്പോൾ ഇദ്ദേഹം ആധികാരികമായി എഴുതിയ പോസ്റ്റാണ്. ഡോക്ടർ ഭാർഗവറാം എന്ന് പറയുന്ന അദ്ദേഹം എഴുതുന്ന ഓരോ കാര്യങ്ങളിലും വ്യക്തതയുണ്ട്, അതിന് കൃത്യമായി അതിന് കാര്യങ്ങളുണ്ട്. നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണേണ്ട കാര്യവും കൂടിയാണ്. പക്ഷേ ഇത്തരം സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കശ്മീരിലെ ചില ആളുകൾ ഇതിന് ഒത്താശ ചെയ്തിട്ടുണ്ടോ, സഹായം ചെയ്തിട്ടുണ്ടോ? കാരണം പെട്ടെന്നുള്ള ഈ നുഴഞ്ഞുകയറ്റം, പെട്ടെന്നുള്ള ഈ ആക്രമണത്തിന് പിന്നിൽ കശ്മീരിലെ ചില വിഭാഗങ്ങളാണോ എന്ന് ചില ആളുകൾ സംശയിക്കുന്നുണ്ട്. ഇനി ഒരു പോസ്റ്റ് കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ വായിക്കാം. ഇത് കാഭ സുരേന്ദ്രന്റെ പോസ്റ്റാണ്. അവിശ്വാസി എന്ന സങ്കല്പം കൊണ്ട് നടക്കുന്നിടത്തോളം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വിഗ്രഹാരാധന വ്യഭിചാരത്തിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന കാലത്തോളം അറപ്പും വെറുപ്പും നിലനിൽക്കും. ബഹുദൈവ വിശ്വാസികൾ ജീവിക്കാൻ അർഹരല്ല എന്ന ചിന്താഗതി നിലനിൽക്കുന്നിടത്തോളം കാലം മതഭീകരവാദത്തെ തുടച്ചു നീക്കാൻ കഴിയില്ല. കാശ്മീരിൽ കൊല്ലപ്പെടാൻ കാരണം മേൽപ്പറഞ്ഞത് മാത്രമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ദളിതനെന്നും ബ്രാഹ്മണനെന്നും പിന്നോക്കക്കാരനെന്നും പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന സുനിൽ പി ഇളയിടത്തിനെയും ശ്യാംകുമാറിനെയും പോലുള്ള കപട ജാതിവാദികൾ ഇത് മനസ്സിലാക്കുമോ? ജാതി സെൻസസ് എടുപ്പിക്കാൻ പരക്കം പാഞ്ഞ് നടക്കുന്ന കോൺഗ്രസിനും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? ബാബാജി ഇത് കൃത്യമായി ചോദിച്ചിരിക്കുകയാണ്. കാരണം അവിടുത്തെ പ്രശ്നം, അവിടെ ഈ പറയുന്ന മതം തന്നെയാണ് പ്രശ്നം. മറ്റേ കെ എം ഷാജി പറഞ്ഞ പോലെ മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞ പ്രസംഗമുണ്ട് വയറില്ല. അതുപോലെയാണ് ഇത്, മതം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ആദ്യം പറഞ്ഞ പോസ്റ്റിൻ്റെ അനുബന്ധമായി തുടരാം. രണ്ടാമത് പറഞ്ഞ പോസ്റ്റുമായി ആദ്യം പറഞ്ഞ പോസ്റ്റിൻ്റെ ബന്ധമുണ്ട്. കാരണം രണ്ടാമത് പറഞ്ഞ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ വികാരങ്ങളും അതേ പ്രവണതകളും വെച്ച് പുലർത്തുന്നവരാണ് ആദ്യം പറഞ്ഞ പോസ്റ്റിലുള്ള അവിടുത്തെ പ്രാദേശികവാസികൾ. ആ പ്രാദേശികവാസികൾക്ക് വിഭജിതമായ ഒരു രാജ്യം വേണമെന്നോ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഒപ്പം നിൽക്കണമെന്നോ ഒക്കെയുള്ള വികാരങ്ങളുണ്ടാവും. എല്ലാവർക്കും അല്ല, ചിലർക്ക് എല്ലാവർക്കും എന്ന് പറയാൻ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ തദ്ദേശവാസികളായ ചിലർക്ക് അങ്ങനെയുള്ളവരായിരിക്കാം ആദ്യം പറഞ്ഞ പോസ്റ്റിലുള്ള പറയുന്നത് പോലെ കണക്കെടുപ്പൊക്കെ നടക്കുന്നത്. ഇവരാരൊക്കെയാണ് ഇവിടെ വരുന്നത്, എങ്ങോട്ടൊക്കെയാണ് ഇവർ പോകുന്നത്, എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യാം, ആക്രമിക്കാൻ കഴിയുമോ എന്നൊക്കെ. പക്ഷെ ഞാൻ ഇത് ആലോചിക്കുന്നത്, കാശ്മീരികൾക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അവിടെ വലിയ വ്യവസായങ്ങളില്ല, വലിയ കൃഷിയില്ല, വലിയ തോതിലുള്ള സംരംഭങ്ങളൊന്നുമില്ല. അവിടെ ഉള്ളത് ആകപ്പാടെ കുറച്ച് ആപ്പിള്, അവിടുത്തെ തനത് വിഭവങ്ങൾ, ടൂറിസം. അവിടെ ആൾക്കാർ ചെന്നാൽ മാത്രമേ ഇവർക്ക് ജീവിക്കാൻ കഴിയൂ. അപ്പോൾ തദ്ദേശീയർ പൂർണ്ണമായും ഇങ്ങനെ ആവാൻ സാധ്യതയില്ല. ചില ഫണ്ടമെൻ്റലിസ്റ്റ് ചേരികളിലുള്ള ആൾക്കാരാണ് ഇതിന് സ്വന്തം കഞ്ഞിയിൽ പാറ്റയുടെ എന്തായാലും അവർ ശ്രമിക്കില്ല. ആത്യന്തികമായ ജീവിതമല്ല. ഇല്ലെങ്കിൽ മണി ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എവിടെ 500 രൂപ വെച്ച് കൊടുത്തിട്ട് പോയി കല്ലെറിയാൻ പറഞ്ഞു വന്നിട്ട് നോട്ട് നിരോധനം വന്നപ്പോഴത്തേക്ക് കല്ലെറിയാൻ ആളില്ല. കാരണം 500 രൂപ വെച്ച് കൊടുക്കാനില്ല. അതോടുകൂടി കല്ലെറിയിൽ നിന്നു. അപ്പോൾ 500 രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലീസിൻ്റെ പെല്ലറ്റിനെയും സഹിക്കണം, പോലീസിൻ്റെ അടിയും കൊള്ളണം, പട്ടാളക്കാർ വേണമെങ്കിൽ പിടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടി വെച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടിട്ട് 500 രൂപയാണ് വെച്ചത്. മറ്റേ രാജമാണിക്ക് സിനിമയെ പറയുമ്പോൾ ആശുപത്രി ചിലവെല്ലാം തനി എന്ന് പറയുന്ന പോലെയാണ് അവിടുത്തെ തദ്ദേശീയരുടെ അവസ്ഥ. അപ്പോൾ അവിടുത്തെ പൂർണ്ണമായിട്ട് അവിടുത്തെ ഉള്ളവരെല്ലാവരും ഈ പറയുന്ന രീതിയിൽ അവിടെ വരുന്ന ആൾക്കാരുടെ കണക്കെടുക്കാനോ അവരെ ഉപദ്രവിക്കാനോ നിൽക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു വിഭാഗം ഇത്തരത്തിൽ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. പ്രിയ, ഇതുമായി ബന്ധപ്പെട്ട് മേജർ രവി എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറച്ച് അതീവ ഗൗരവത്തോടെ കാണേണ്ട. അദ്ദേഹം ഒരു ആർമി ഓഫീസർ കൂടിയായിരുന്നു. അദ്ദേഹം പറയുന്നത്
നോക്കൂ, ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്നലെ പഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിനിടയിൽ നീ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് വെറുതെയല്ല. മനഃപൂർവ്വം അവരത് പ്ലാൻ ചെയ്ത് തന്നെ ചോദിച്ചതാണ്. കാരണം ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊന്നു എന്ന പ്രചരണവും മുസ്ലിങ്ങളാകെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധവും ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അവരിങ്ങനെ ചെയ്തത്. അതിന്റെ ഫലം ഇവിടെ ജനത രണ്ട് ചേരിയിലായി പരസ്പരം തമ്മിൽ തല്ലാനും ഒരു വിഭാഗത്തിൽ അന്യതാബോധം വളർത്തിയെടുക്കാനും കഴിഞ്ഞാൽ അവരുടെ പണി കുറെ കൂടി എളുപ്പമായി എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. ഈ ഭീകരവാദികളുടെ തന്ത്രം ഏറ്റുപിടിച്ച് രാജ്യത്തെ കമ്മ്യൂണൽ വയലൻസ് സൃഷ്ടിക്കാൻ നോക്കരുത്. ഭീകരവാദികൾക്ക് ഇന്ത്യൻ മുസ്ലിം, ഇന്ത്യൻ ഹിന്ദു എന്നൊന്നില്ല. അവരുടെ കണ്ണിൽ നമ്മളെല്ലാം അവരുടെ ശത്രുക്കളായ ഹിന്ദുസ്ഥാനികളാണ്. അതാദ്യം മനസ്സിലാക്കണം. അവർ ഇതുവരെ കൊന്നൊടുക്കിയതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ കശ്മീരി മുസ്ലിങ്ങളെ തന്നെയാണ്. കശ്മീരിൽ ഏറെക്കുറെ പേരും നമ്മളെയും സൈന്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പഹൽഗാം രാജ്യത്തെ ഏറ്റവും നിർണായകമായ, ഏറ്റവും വിവിധ സൈനിക ഏജൻസികളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അമർനാഥ് ക്ഷേത്രത്തേക്കുള്ള പ്രധാന പാതയും ഇവിടെയാണ്. അത്രയേറെ സുരക്ഷ ഇവിടെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ദീർഘകാലം കശ്മീരിൽ സേവനമനുഷ്ഠിച്ച മേജർ രവി പറഞ്ഞ വാക്കുകളാണ്. പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. എല്ലാ മുസ്ലിങ്ങളെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയുന്നില്ല. കാരണം പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധേയമാണ്. കാരണം ഇതിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും ചാപ്പ കുത്തി ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മുടെ വീടിൻ്റെ നേരെ കല്ലേറുണ്ടായാൽ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അതെ, അപ്പോൾ കൂടുതൽ നമ്മൾ തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ എന്തുണ്ടാകും? ഒരു മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മുസ്ലിം തീവ്രവാദ സ്വഭാവത്തിലേക്ക് മാറും. അതിന് നമ്മൾ ഇട കൊടുക്കരുത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മതത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഈ പറയുന്ന കബാജിയുടെ പോസ്റ്റിൽ പോലെ ഇത്തരം ഒരു ഹേട്രഡ് ഉണ്ടെങ്കിൽ ആ ഹേട്രഡിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളത് പുറത്തു നിന്നുള്ളവരല്ല ചിന്തിക്കേണ്ടത്, അതിനകത്ത് നിന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, വളരെ ഗൗരവമായിട്ട് എടുക്കാം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ഇപ്പോൾ ലീഗായാലും ചില മതസംഘടനകൾ, സുന്നി വിഭാഗങ്ങളായാലും ഒക്കെ. പക്ഷേ ഇവരിലൊക്കെ ചില ആൾക്കാർ അതിൻ്റെ അകത്ത് എല്ലായിടത്തും ഉണ്ട്, നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ തീവ്രവാദ സ്വഭാവമുള്ളവർ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ പറയുന്ന സുന്നി പോലുള്ള സുന്നി ഈ വിഭാഗങ്ങൾ, സമസ്ത സുന്നി വിഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായിട്ട് എതിർക്കുന്നവരാണ്. മൗദൂദികളെയൊക്കെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ആൾക്കാരാണ്. അവർ ഒരു കാരണവശാലും ഈ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കില്ല. അതിന് തീവ്രവാദ സ്വഭാവമുണ്ട്, അതിന് ഈ പറയുന്ന ആക്രമണോത്സുകതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അവരെ ആക്രമിക്കാനോ അവരെ സംരക്ഷിക്കാനോ അവരെ പിന്തുണയ്ക്കാനോ ഒന്നും ഈ പറയുന്ന മറ്റ് ലീഗ് പോലുള്ള സംഘടന, ലീഗ് കൂടുതലും ആൾക്കാരെ പ്രേരിപ്പിക്കുക രാഷ്ട്രീയമായി അണിനിരക്കാനാണ്. പിന്നെ ലീഗിൽ ഭൂരിപക്ഷ ലീഗിൻ്റെ ആൾക്കാരുടെയും പരിപാടി രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെയാണ്. ആ രീതിക്ക് അങ്ങ് തിരിച്ചുവിടാനേ അവർ നോക്കുകയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വഭാവത്തിലേക്കോ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്വഭാവത്തിലേക്കോ ആൾക്കാരെ വളർത്താനായിട്ട് ഈ സംഘടനകൾ ശ്രമിക്കില്ല. അപ്പോൾ ഒരു വിഭാഗമുണ്ട്, അത് എല്ലായിടത്തും ഉള്ളതുപോലെ കാശ്മീരിലും ഉണ്ട്. അവർ ഈ പറയുന്ന ആൾക്കാരുടെ മതത്തിന്റെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്, അവരെങ്ങോട്ട് പോകുന്നത് കണക്കെടുക്കുന്നുണ്ട്, അവരെ എങ്ങനെ ആക്രമിക്കാമെന്ന് കണക്കെടുക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം.